നിന്റെ ഗുരുവിനെ ഇപ്പൊ എന്നോട് കാണാറുള്ള സുഗുണ, എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? അതെന്താ? അപ്പോ ഇങ്ങനെ കാണിച്ചൊക്കെ കാര്യം ഒരു തുള്ളി തരില്ല. ഞാൻ ടിക്കറ്റ് മേടിച്ചു. ധാരാളം പറഞ്ഞ നോക്കിയാ നീ ഇപ്പൊ പൊങ്ങി. ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ ഉസ്താദ് ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസാ. എന്റെ അമ്മോ. എന്നാ ഞാൻ വരട്ടെ, വളരെ ബിസിയാ. അതെ, അച്ചൂട്ടി ജയിലിൽ പോയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. അതിനുമുമ്പ് അവനെങ്ങനെ ഇറങ്ങി? ആ പണ്ടാരത്തിനെ പുറത്തിറക്കാൻ കൊല്ല കൊമ്പന്മാരില്ല ഇവിടെ. അവനകത്ത് കിടന്ന് അവർക്കല്ലേ നഷ്ടം. ഇനി ഇവിടെ ദിവസം അടിയുടെ പൂരായിരിക്കും അല്ലേ? അപ്പൊ സ്റ്റണ്ട് പടത്തിന് ഇന്ന് ശോഭ ടാക്കീസിൽ ആള് കുറയും. മുതലാളിയേ, അവറാച്ച മുതലാളി. ഉസ്താദ് വരുന്നു അറിഞ്ഞപ്പോഴേക്കും മൂപ്പര് ഇവിടുന്ന് മുങ്ങിയോ? എന്താടാ വിളിച്ചു പോകുന്നത്? ഉസ്താദിന് ജയിലിൽ നിന്ന് ഇറങ്ങും. അതിന് ആ താക്കോലും തന്നെ. താക്കോല് തരില്ല, ഞാനത് പൊളിച്ച് കെട്ടിടം പണിയാൻ പോവാ. അപ്പൊ ഈ വീട് വാടകയ്ക്ക് കൊടുക്കോ? എന്തിനാ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ. എന്റെ കർത്താവേ, ഒരുത്തനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാ അച്ചൂട്ടി ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പൊ ദോഷപ്രതിക്ക് പോയിട്ട് പൊറി ദോഷക്കേടായെന്ന് പറഞ്ഞ പോലായി. ഇനി അവനെ ഒഴിപ്പിക്കാൻ ഞാൻ ഏത് ഗുണ്ടയാ ഏൽപ്പിക്കേണ്ടത്? അത് ആലോചിച്ച് മുതലാളിന് പ്രഷർ കൂട്ടണ്ട. ഞാൻ ഉസ്താദായി കൺസൾട്ട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. നീ എന്നെ പേടിപ്പിക്കണോ? എന്തൊക്കെ പറഞ്ഞാലും ഇനി താക്കോല് വരുന്ന പ്രശ്നമില്ല. ഓഹോ, ഏതായാലും മുതലാളിക്ക് ഇത്രയും ധൈര്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും സംസാരിക്കണില്ല. ഓക്കേ മണിയാ, ഒന്ന് നിന്നേ. എന്തിനാ? അങ്ങോട്ട് വിട്ട മനുഷ്യ. അല്ലെങ്കിലേ ഇതിയാന് പ്രഷറിന്റെ അസുഖ. ഇനി പച്ചുട്ടിയുടെ തല്ലുകൊണ്ട് നടു ഒടിഞ്ഞു കിടക്കണോ? ഇതിയാൻ ഒന്നിനൊട്ട് കൊള്ളുകയില്ല. ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. താക്കോല് കൊണ്ടുപോ. ചേട്ടനും ചേച്ചി തമ്മിൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കണമെന്ന് എനിക്ക് ഇപ്പളാ മനസ്സിലായ. ഇയാൾക്ക് പ്രഷറല്ല, പ്രഷർ കുക്കറാ വരേണ്ടത്. കാച്ചായിന് വെള്ളക്കത്തിന് നേരത്തെ എടുത്ത് വെച്ചോട്ടോ. ഉസ്താദിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാ. ശരി, എന്താ പോണെന്ന് ശിവന്റെ അമ്പലത്തിൽ ആളിരിക്കണ പോലെ. കുറച്ച് ദിവസം കൊണ്ട് മാറി പഠിക്കും. വീടൊക്കെ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ. ഇതാരും ഇവിടെ എടുത്തുകൊണ്ട് വെച്ചു. ഇതൊക്കെ കാണാൻ കാലം മറന്നുപോയി. ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും കണ്ടാവോ? അങ്ങോട്ട് പോട്ടെ. വാടക കൊടുത്തിട്ട് ഇയാൾക്കൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്താ. ഇതാണ് ഇവിടെ കൊണ്ടിട്ടെ. ക്ലീൻ സിറ്റി എന്നുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ. ആറാമ്പലം പിടിച്ച ഒരുമാതിരി ശവക്കോട്ട പോലെ. കൂട്ടിന്റെ ഉള്ളിൽ വേറെ കൂട്ടിട്ടുന്നു അവനെ. അതെ, അച്ചൂട്ടിക്ക് വന്നോ? ഉസ്താദ് ജയിലിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസാ. നേരെ ഇങ്ങോട്ടാ വരിക? അതെനിക്കറിയില്ല. ഏതായാലും 1-2 കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങ് വരുള്ളൂ. സൈനബാ, ഏതാ പുതിയ കക്ഷി? നമ്മുടെ ഇളയപ്പാട് മോളാ ഐഷ, മലപ്പുറത്താ. ആണോ? കൊള്ളാട്ടോ. ഇതെന്താ ഇങ്ങനൊരു ബോർഡ്? വക്കീലാണോ ഇവിടെ താമസിക്കണേ? വക്കീലല്ല, വക്കീലന്മാർക്കും പോലീസുകാർക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇന്നെന്ന് ബോർഡ് കണ്ട ഉസ്താദ് ജയിലിലായിരിക്കും, അവിട്ടെന്ന് ബോർഡ് കണ്ട ഉസ്താദ് വെളിയിലായിരിക്കും. ഈ വലിയ വലിയ VIP ഒക്കെ അകത്തും വെക്കും പുറത്തും വെക്കും ബോർഡേ. എന്താ ഈ കാട്ടണേ? അത് മണിയന്റെ ഒരു സൂക്കേടാ. തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ചെറുപ്പത്തിലെ കണ്ണിന് പറ്റിയൊരു തകരാറാ. ഡോക്ടർമാര് പറഞ്ഞ ഈ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോലീസുകാരും നാട്ടുകാരും ശരിക്കും പെരുമാറി. ഇപ്പൊ പരിപൂർണായി. ഇപ്പൊ ഈ കാണിക്കുന്നത് കാര്യത്തിനാണോ തമാശക്കാണോ ആർക്കറിയില്ല. എനിക്കറിയില്ല. എന്താ ചെയ്യാ? പേടിയിൽ പിടിപ്പത് പണിയുണ്ട്. നമ്മൾ പോട്ടെ. ശരി. പിന്നെ ഈ മലപ്പുറത്തുകാരിയെ ശരിക്കും ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഇപ്പൊ കാണിച്ചാല് കാര്യമില്ലായി ഇല്ലാട്ടോ. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ.
നീ ഏതാ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. അതിനെ വരൂ, ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ബാല ക്ഷമിക്കണം, വിവരമില്ലായ്മ ഉണ്ടാ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമധ്യേ നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ഞാൻ പോവും. അതിനെ കേറ്. അധിക പ്രസംഗം വേണ്ട. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും. അതിനെ കേറാൻ വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ അതിരെ? ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കാൻ പ്രശ്നമില്ല. കുസൂർ, എന്താ കേറാ. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്കത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കല്ലേ. കേറാ. കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ ഡോൺ വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. ആസാമിയുടെ ഒരു പ്രവചനേ. വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയാ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? ഈശ്വരാ. ബാല, എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസിൽ വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. അല്ലാതെന്താ? സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ചാ പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധിയുള്ളവരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ വാ. അയ്യോ, ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ കൂവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വേണ്ട, പിടിക്കണ്ട, ഞാൻ തനിയെ വന്നോളാം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ. അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കെണിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ, അമ്മച്ചിയാണ് നേരെ. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്ക് എന്തിയേ? അതൊക്കെ വർഷാപ്പിൽ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. കാലിന് ചവിട്ടില്ല. റാണി മാമ, അതിനെ വരൂ, ആവി പിടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും വീണ സൈസല്ല അവൻ. അവൻ അട്ടയാ, പോത്തട്ട. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ ആ നോട്ടം ശ്രദ്ധിച്ചോ? എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. നാം അത് പറഞ്ഞു. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പ. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. നടക്കടാ. കർത്താവ് തമ്പുരാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. ആരെങ്കിലും കാണുന്നു കൈവിടാൻ. കാണട്ട, 1000 ആള് കണ്ടോ. നടക്കട. അങ്ങോട്ട് കേറങ്ങട്. നടക്കട. ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതികേടായല്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്. മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്. മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. ഇരിക്കൂ.
അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. താൻ ചിരിക്കണ്ട, താനുണ്ടാവും എന്റെ കൂടെ. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറഞ്ഞ കേട്ടതൊന്നും ഈ ഇടവകയിൽ ഞാൻ മാത്രം കൂടിയുള്ളൂന്ന്. മിണ്ടാതിരിക്കണ അവിടെ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞാ ശ്രദ്ധിക്കൂ, ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിന്ന് ഒന്നും മനസ്സിലായി വെച്ചോ. നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്നു പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? സെമിനാർ കഴിയുമ്പോ പാപ്പച്ചൻ മേടയിലേക്കൊന്ന് വരണം. അച്ഛോ, ഇനി ഞാൻ പോയിക്കോട്ടെ. എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സലുണ്ട്. മകനെ പാപ്പച്ച, എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. ആട്ടെ, നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം എഴുത്. അച്ഛൻ എന്തു വർത്താനീ പറയണേ? സമയം കിട്ടണ്ടേ? ദേ, കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി. പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ? നോക്കണ്ടാലോ, അവര് വായിക്കണ്ട. പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല. അച്ഛോ, ഈ പശ്ചിമത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട്. അതൊന്ന് വന്ന് അച്ഛൻ കണ്ടു നോക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പഷ്ണിത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അതിഗംഭീരമായ സ്വീകരണം നൽകുന്നതാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ MKS വാര്യർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സർ, അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ? രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്. പിന്നെ ഞാൻ വിചാരിച്ചു മാസാവസാനം ആവുമ്പോഴാണല്ലോ സാറിവരെ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവരിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 മണിക്ക് കോടതിയിൽ എത്താനുള്ള. ലൈസൻസ് എടുക്കടാ. ഓ, ലൈസൻസ് എടുക്കടാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ എന്താ? ഓ, അങ്ങനെ. ഓ, പിങ്ങനെയാ. സാറേ, ഇത് വക്കാലത്ത് നാരായണൻകുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ. അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇരിക്ക. ഇവനെ ജീപ്പിലേക്ക് എടുക്കടാ, ഇവന്റെ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് എടുക്കടാ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങൾ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വക്കാലത്ത് ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഡേസി. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുക്കനെ അടുത്ത് നിൽക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എന്റെ ആത്മാവിനോ? ഞങ്ങളുടെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കച്ചോ. അച്ഛൻ എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമല്ല കുഞ്ഞാടെ, സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. മായ വന്നോളൂ. എന്താ തന്റെ ഉദ്ദേശം? ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ദേശിമോളെ,
ഞാൻ ഡേസി ഒന്നുമല്ല, എന്റെ പേര് മായന്നാ. കേട്ടല്ലോ, ഇനിങ്കിലും പോയിക്കൂടെ? അസുഖമുള്ള കുട്ടിയാ, അവൾ അങ്ങനെ പറയൂ. അസുഖം എനിക്കല്ല, തനിക്കാ. ഉണ്ണി വാ, നമുക്ക് പോവാം. കുഞ്ഞാടേ, നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. താന്ന് പോടോ. നമുക്ക് വീട്ടിലോട്ട് പോകാം. അച്ചോ, പിതാവേ. സ്വർഗസ്ഥനായ മിശിഹാ തമ്പുരാനെ, സാത്താന്റെ പിടിയിൽ നിന്ന് ഡെയ്സി മോളെ രക്ഷിക്കണമേ. അവളെ കൊണ്ടുപോരുത്. തന്നോടല്ലേ പറഞ്ഞു അവള് വിടാൻ. പിതാവേ, എന്റെ കൊഞ്ചം കുരിശും. പൊടിയെടുത്തോ, അല്ലെങ്കിൽ നമുക്ക് ഇവരെ കൊല്ലാണ്ടി വരും. വിടാൻ നിന്ന് പിടയ്ക്കാന്നില്ല. ഡേസി, അവിടെ കിടത്തി കുരിശും കൊന്തയും കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്താണെന്ന് അറിയാലോ പിതാവേ. പിതാവേ, പരീക്ഷണമരുത്, കൊന്ത കയ്യിൽ കിട്ടണമേ. പിതാവേ, പരീക്ഷണമരുത്, കൊന്ത കയ്യിൽ കിട്ടേ. ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാടേ. ഡേസി വിളിച്ചോ? ഡെയ്സിയോ? അത് ഡെയ്സി അല്ലേ, യേശിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് പോകാം. കണ്ടീഷൻ വളരെ മോശമാണ്. മുറിക്ക് പിടിച്ചു നിന്നോ കുഞ്ഞാടേ, ഇല്ലെങ്കിൽ തെറിച്ചു പോകാം. എന്തെങ്കിലും മന്ത്രം ജപിക്കച്ചോ, അല്ലെങ്കിൽ അവള് നമ്മളെ കൊല്ലും. കൊന്ത പോയുടെ കുഞ്ഞാടേ, ഇനിയൊരു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാച്ചോ? നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരൂ കുഞ്ഞാടികളെ. അയ്യോ, താഴെ ഇറങ്ങാനും പറഞ്ഞേ. താഴെ ഇറങ്ങാൻ. വേഗം വിട്ടു, അവരെല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കാം. ഈ കാറ് പൊങ്ങി. സാത്താനെ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ. ഓ ഉറക്കരുടെ പട്ടി. ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കഴിക്കാൻ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ മറുവാക്ക് വേണ്ട, പറയണതങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്ത? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈ നീട്ടു. മാമ്പിള്ളി, കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഓം ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്ക് ഇട്ടണോ. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. അയ്യോ, രക്ഷിക്കുന്നു സ്വാമി. അയ്യോ സ്വാമി,
സ്വാമി പറയുന്നതിന് മുമ്പ് ഞാൻ പഞ്ചസാര മിനുങ്ങിപ്പോയി സ്വാമി. ആകെ ഇത്തുകൂടെ ചോരയുള്ള അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂറ് പറഞ്ഞിട്ട് ആ നിലവറയത് ഞാൻ ആഭരണപ്പെട്ട് മോഷ്ടിച്ചത്. എന്നെ രക്ഷിക്കണം സ്വാമി. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജയിച്ചതാ. ആഭരണപ്പെട്ട് ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയടാ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. പങ്ങളെ, എന്താ ഇത്? ഇതല്ല ഉസ്താദ് തന്നു വിട്ടതാ. 2 ദിവസത്തേക്കുള്ളതാ. 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുത് ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. ABCD മുതൽ PWD വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ. ഇത് പിടിച്ചേൻ. എന്റെ അമ്മോ, ഇനിയും 2 ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം. പെങ്ങളെന്റെ പിന്നാലെ പോലെ